ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കലിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഞെട്ടി എണീറ്റു. ഞാൻ മീശക്കാരൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് ഉറങ്ങായിരുന്നു. അപ്പോൾ പടക്കം പൊട്ടിക്കലിൻ്റെ സൗണ്ടൊക്കെ കേട്ട് എവിടെ നിന്നൊക്കെയോ ചാടി എണീറ്റ്. അപ്പോൾ മിട്ടൂട്ടനും പൂസിയൊക്കെ പേടിച്ച് ഓരോ സ്ഥലത്തും പോയി ഇരിക്കുകയായിരുന്നു. കാരണം സൗണ്ട് അത്ര സൗണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മേനെ തപ്പി നടക്കുമായിരുന്നു. അപ്പോഴാണ് അനന്തറാം പറയുന്നത് അമ്മ ചേർത്തലയിൽ പോയെന്ന്. ചേർത്തലയിൽ പോയത് എന്തിനാണ്? കേക്ക് വാങ്ങിക്കാൻ. കാരണം എന്താണ്? എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗായ്സ്. അങ്ങനെ പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുമായിരുന്നു പടക്കം പൊട്ടിക്കുന്നതിനൊക്കെ. നല്ല സൗണ്ടായിരുന്നു. ഞാൻ തന്നെ അവിടെ പോയിട്ട് എനിക്ക് തന്നെ സൗണ്ട് കേട്ടിട്ട് ഒരുമാതിരിയായിട്ട് ഞാൻ പോയി. അപ്പം പിന്നെ പട്ടികളുടെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, മൂന്നും നല്ല പേടിച്ചിരിക്കുകയായിരുന്നു പാവങ്ങൾ. അങ്ങനെ പിന്നെ നമ്മുടെ വല്യച്ഛനും വല്യമ്മച്ചയും കറക്റ്റ് സമയത്ത് വന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കേക്ക് മുറിച്ചു. എനിക്കിഷ്ടപ്പെട്ട ആ ഡേ ഫാമിലിയുടെ കൂടെ തന്നെയായിരുന്നു. എപ്പോഴും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ആയിരിക്കും, പക്ഷെ ഇത്തവണത്തെ ബർത്ത്ഡേ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ആയിരുന്നു. എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. ഇത്തവണ ആരും വന്നില്ല, കാരണം എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും, പിന്നെ എല്ലാവരും പല പല സ്ഥലത്താണ് ഇപ്പോൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഫാമിലിയോടെയാണ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഫാമിലി മാത്രം അടിപൊളിയായിരുന്നു. ഇപ്പോൾ വല്യച്ഛനും അമ്പിയും വന്നിട്ടുണ്ടായിരുന്നില്ല. വല്യച്ഛൻ ജോലിക്ക് പോയിരിക്കുമായിരുന്നു, എത്തിയിട്ടുണ്ടായിരുന്നില്ല. അമ്പിക്ക് വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പം പടക്കമൊക്കെ പൊട്ടിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ സീനാവില്ല. അതുകൊണ്ട് അമ്പി വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കടയിലോട്ട് നമുക്ക് വിഷു അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് സാധനം വാങ്ങിക്കാൻ പോയി. അനന്തരം വന്നില്ല. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അനന്തരം അവിടെ കിടന്ന് കമ്പിത്തിരിയും പൊട്ടിച്ച് അങ്ങോട്ട് നടപ്പുണ്ടായിരുന്നു. എന്നിട്ട് കമ്പിത്തിരി രണ്ട് കൈയിലും പൊട്ടിച്ച് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അനന്തരം ഫുൾ പടക്കത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതായിരുന്നു. ഫുള്ള് അതും പൊട്ടിച്ച് നടപ്പായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ ഒരു ലോഡ് പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും തീർന്നിട്ടില്ല. അതെപ്പോൾ പൊട്ടിച്ച് തീർക്കുമെന്ന് അവന് പോലും ഒരു ഐഡിയ ഇല്ല. ഡെയിലി എടുത്ത് പൊട്ടിക്കുന്നുണ്ട്, എന്നിട്ടും തീരണില്ല സാധനം, കാരണം ഇത്തിരി കൂടിപ്പോയി. പിന്നെ അനന്തരാമൻ്റെ ഫ്രണ്ട്സ് കറക്റ്റ് 12 മണിക്ക് കണിയൊക്കെ കൊണ്ടുവന്ന്. പിന്നെ ഡേ 2 നമ്മുടെ വിഷു. അങ്ങനെ നമ്മൾ വിഷുക്കണി കണ്ട് കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ വന്ന് നമുക്ക് കൈനീട്ടം തന്നു. പിന്നെ അച്ചാച്ചൻ ആ പൂവൊക്കെ റെഡിയാക്കുമായിരുന്നു. അപ്പോൾ അമ്മ സാരി ഉടുപ്പിച്ച് തരുമായിരുന്നു. പക്ഷേ എനിക്ക് സാരി ഇഷ്ടമായില്ല, നല്ല എനിക്ക് ഉടുത്തിട്ട് ശരിയാവണില്ല. പിന്നെ ചൂടുമാണ്. പിന്നെ ഞാൻ ഊരിക്കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു കുർത്തി ഇട്ടിട്ട് നേരെ അമ്പലത്തിൽ പോയി. വല്യമ്മച്ചിയുടെ വീട്ടിൽ ഇറക്കിയിട്ട് ഞാനും വല്യച്ഛനും കൂടെയാണ് അമ്പലത്തിൽ പോയത്. നമ്മൾ കാണിച്ചുളങ്ങര അമ്പലത്തിലാണ് പോയത്. പിന്നെ ഇവിടെ നോർമലി എപ്പോഴും തിരക്കായിരിക്കും. നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വല്യമ്മച്ചിയുടെയൊക്കെ വീട്ടിലോട്ട് പോയി. അവിടെ നമ്മൾ അവിടുത്തെ കണിയും കണ്ടിട്ട് നമ്മൾ നേരെ സാവല്യത്തിലോട്ട് പോയി. അപ്പോൾ അഭിഷേകൻ അവിടെ എന്തോ പണിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അഭിഷേകൻ ഞാൻ വന്നെന്ന് ഞാൻ അറിയിച്ചു. അപ്പോൾ ഇത്തവണത്തെ വിഷു നമ്മൾ വല്യമ്മച്ചിയുടെയൊക്കെ വീട്ടിൽ വെച്ചായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ പണി നടക്കുവാണ്, വീട് പൊളിച്ചിട്ടേക്കുവാണ്, എന്നിട്ട് അതിലിട്ട് തന്നെയാണ് പണിയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അമ്മയൊക്കെയാണ് ഇരുന്നത്. പിന്നെ അവർക്കൊരു മരിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മരിപ്പ് വീട്ടിൽ പോകാൻ വേണ്ടി സാരിയൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പം അമ്മയ്ക്ക് രാവിലെ അച്ഛൻ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അത് അമ്മ സജനാൻ്റെയുടെ തലയിൽ പരീക്ഷിക്കുന്നതാണ്, കാണുന്ന പല പല സ്റ്റൈലിൽ. പിന്നെ നമ്മുടെ ഷാഡോനെ നമ്മൾ കുറച്ച് നേരം കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചു ഫുഡ് കഴിക്കാൻ വന്ന്. പിന്നെ നമ്മൾ നേരെ വല്യമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പം ആൻറ്റി അവിടെ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി നമ്മൾ വീട്ടിൽ പോയി. കാരണം ആൻറ്റിയായിരുന്നു വൈകിട്ടത്തേക്ക് ചിക്കൻ കറി വെച്ചത്. അപ്പം അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ നമ്മുടെ അമ്മ വീട്ടിലോട്ട് പോയി. നമ്മുടെ എല്ലാ വർഷവും വിഷുവിന് നമ്മൾ വൈകിട്ട് അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അനന്തരം അവിടെ ചെന്നിട്ടാണെങ്കിലും പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അവിടുത്തെ കണി. അപ്പം അങ്ങനെ പിന്നെ അവർ ഫുഡ് കഴിച്ച് എനിക്ക് വേണ്ടായിരുന്നു, കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അനന്തരം പടക്കം പൊട്ടിക്കുന്ന വേറെ. അതുകൊണ്ട് ഞാൻ അധികം പടക്കം പൊട്ടിക്കുന്ന ഷോർട്സൊന്നും എടുത്തില്ല, കാരണം എനിക്ക് നല്ല തലവേദന കൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് വരെ ബൈ.